നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛന്റെ അടുത്ത് ചെന്നവർ സീനുണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. പക്ഷേ ദാസങ്ങളുടെ വീട്ടിൽ പോകാനുള്ള ധൈര്യം അവർ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും രഘുവേട്ടനും നിനക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ വന്ന കാര്യം അറിഞ്ഞില്ലേ? അപ്പൊ പിന്നെ അറ്റകൈ പ്രയോഗമായിരിക്കണം ഇനി ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോന്നെ. പിന്നെ ദാസങ്ങൾ വേറെ എന്തൊക്കെയാ രഘുവേട്ട പറഞ്ഞത്? ഞാൻ എന്റെ അമ്മായിയമ്മയെ കൈവച്ചെന്ന് തന്നെ അച്ഛൻ വിശ്വസിച്ചോ? കേട്ട ഉടനെ അച്ഛനാകെ തളർന്നു പോയി കാണുമല്ലോ. അങ്ങനെയൊന്നും അങ്ങള് പറഞ്ഞില്ല. ആ സ്ത്രീയുടെ ആക്ടിങ് കണ്ട ആരോ ഒന്ന് വിശ്വസിച്ചു പോവല്ലോ. അങ്ങനൊരു ഫീല് തുടക്കത്തിൽ അമ്മാവനുണ്ടായിരുന്നു. പിന്നെ അത് മാറി. ഇപ്പൊ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച ഭാവമാണ് അത്ര അമ്മാവന്. അവര് പോയതിനു ശേഷം അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ അമ്മാവൻ തയ്യാറായിട്ടില്ല. അനുവിന്റെ ഭാഗത്ത് കുറ്റമുണ്ടെന്ന് തോന്നിയെങ്കിൽ അമ്മാവൻ അപ്പൊ തന്നെ ഇവിടേക്ക് വന്ന് ഒരു കോംപ്രമൈസിന് തയ്യാറാവാൻ പറയാറുന്നല്ലോ. അങ്ങനെ ഒരു പേടി എനിക്കും ഉണ്ടായിരുന്നു രഘുവേട്ട. അച്ഛൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണല്ലോ. ആ സ്ത്രീയോട് വീണ്ടും മാപ്പ് ചോദിക്കാൻ വേണ്ടി അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു കഴിഞ്ഞാ എനിക്ക് അച്ഛൻ്റെ കൂടെ ചെല്ലാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ അച്ഛൻ എത്ര കാലമായി അനു ആ സ്ത്രീയെ കാണുന്നു. പണ്ടൊക്കെ അച്ഛൻ അവരോട് ക്ഷമിച്ചത് മകളുടെ ഭർത്താവിന്റെ അമ്മയല്ലേന്ന് കരുതിയിട്ടാ, എന്ന് വെച്ച ഇന്ദ്രനെ ഓർത്ത്. പിന്നെ അവനും അമ്മയും ഒരച്ഛലിട്ട് വാർത്തതാണെന്ന് അച്ഛന് മനസ്സിലായി. എന്നിട്ടും അമ്മാവൻ ഇന്ദ്രന്റെ അവന്റെ അമ്മയുടെ മുമ്പിൽ ഭൂമിയോളം താന്നു കൊടുത്തിട്ടേ ഉള്ളൂ. അന്ന് നിർത്തേണ്ടടുത്ത് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയ ചതിയിൽ അനുപ്പെടില്ലായിരുന്നു. ഏതായാലും ഇതോടെ എല്ലാം കലങ്ങി തെളിയും രഘുവേട്ട. തെളിയണം. എന്റെ ജീവിതം എന്തായാലും ഇങ്ങനെയായി. ഇനിയും ഞാനിതിൽ കടിച്ചു തൂങ്ങി നിന്നാ എന്റെ മകന്റെ ഭാവി കൂടി ഇരുളടഞ്ഞു പോവും. അതിന് ഞാൻ തയ്യാറല്ല. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്. ഞാനിപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കാം.